ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോണത് വെള്ളയപ്പമാണ് കേട്ടോ. ഈ ഒരു വെള്ളയപ്പത്തിൽ ഞാൻ അവല് ചോറ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ള വെള്ളയപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല പഞ്ഞി പോലെ ഇരിക്കണം. ഈ ഒരു വെള്ളയപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. വെള്ളയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടി ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ഞാനിവിടെ അരിപ്പൊടി അളന്നിട്ട് എടുത്തിട്ടുള്ളത്. നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി വേണം ഈ ഒരു വെള്ളയപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് എടുക്കാൻ. ഇനി ഒരു ചൂട് കട്ടിയായിട്ടുള്ള ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 തവി അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് കപ്പി കാച്ചിട്ട് എടുക്കാനുള്ളതാണ്. തരി കാച്ചിട്ട് എടുക്കുക എന്നൊക്കെ പറയില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഈ ഒരു പൊടി നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയിട്ട് എടുക്കണം. ഞാനിവിടെ 3/4 ഗ്ലാസ് പച്ചവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ എനിക്ക് വെള്ളത്തിൻ്റെ കുറവ് പോലെ തോന്നിയിട്ടോ കുറച്ച്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/4 ഗ്ലാസ് കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മൊത്തത്തിൽ 1 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു പൊടി ഞാനിവിടെ കലക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ വേണം കേട്ടോ ഈ ഒരു പൊടി നമ്മൾ കലക്കിയിട്ട് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയിട്ട് കൂടെ എടുക്കണം. ഇത് അടുപ്പത്ത് വെച്ച ഉടനെ തന്നെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അതല്ലെങ്കിൽ പെട്ടെന്നൊക്കെ അടിക്കൊക്കെ പിടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ അടുപ്പ് ആദ്യം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുറുക്കിയിട്ട് എടുക്കാൻ. ഇതിപ്പോൾ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നവരൊക്കെ ഒന്ന് ആക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുക്കി എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ ചൂട് കാരണം മാവ് നല്ലോണം ഡ്രൈ ആയിട്ടൊക്കെ പോവും. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതിലേക്ക് 1 ഗ്ലാസ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ നമ്മൾ അരിപ്പൊടി അളന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് തേങ്ങ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കപ്പി കാച്ചിയത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, പക്ഷേ ലൈക്കൊന്നും അങ്ങനെ കിട്ടാറില്ല. പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ വീഡിയോ ഒക്കെ മുന്നോട്ടൊക്കെ പോവുള്ളൂ. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു അരിപ്പൊടിയുടെ മിക്സിയിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ആ ഒരു അരിപ്പൊടി ഒന്നും ഇങ്ങനെ കട്ട പിടിച്ചിട്ടൊന്നും കെടുക്കില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പൊടിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ബാക്കിയുള്ള 3/4 ഗ്ലാസ് വെള്ളം കൂടെ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചിട്ട് എടുക്കുകയാണ്. ഒട്ടും തരിയൊന്നും ഇല്ലാതെ വേണം കേട്ടോ നമുക്കിത് അരച്ചിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോണ്ട് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തരിയൊന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം അതേ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് 3 പ്രാവശ്യമായിട്ടാണ് അരച്ചിട്ട് എടുക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ ഈ ഒരു അരിപ്പൊടി ഞാനിവിടെ അരച്ചിട്ട് എടുക്കുന്നത്. ഇതും നല്ല നൈസായിട്ട് തന്നെ നമുക്ക് അരച്ചിട്ടെടുക്കാം. ഇത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള അരിപ്പൊടി കൂടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതും നല്ലോണം തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കാം. നിങ്ങൾ മിക്സിയുടെ വലിയ ജാറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുക്കാനുള്ളതുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ട്രിപ്പിൽ വേണം ഈ ഒരു ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടെടുക്കാൻ. ഇതും ഞാനിവിടെ നല്ലോണം തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം അരച്ചിട്ടെടുക്കാനായിട്ട് എനിക്കിവിടെ 3/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്കും ഇതേ അളവൊന്നും ആയിരിക്കില്ല. ഓരോ അരിപ്പൊടിക്കും അതിൻ്റേതായ വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയിട്ടൊക്കെ ചേർത്തിട്ട് അരച്ചിട്ട് എടുക്കുക കേട്ടോ. ആദ്യമേ നമ്മൾ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കാണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചിട്ട് എടുത്താൽ മതി. പിന്നീട് വേണമെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ വേണം ഈ ഒരു മാവ് നമുക്ക് കിട്ടാനായിട്ട്. ഒത്തിരി ലൂസായിട്ടും പാടില്ല, എന്നാൽ ഒത്തിരി കട്ടിക്കും പാടില്ല കേട്ടോ. നല്ല കട്ടിയായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നതിന് ശേഷം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മാവ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാനിതൊരു 4 മണിക്കൂറോളം വെക്കുന്നുണ്ട്. എനിക്കിതൊരു 3.5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു.
ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ സ്ഥലത്തെ കാലാവസ്ഥയ്ക്കും അനുസരിച്ചിട്ട് ഇരിക്കട്ടെ ഈ ഒരു മാവൊക്കെ പൊങ്ങി വരുന്നതിൻ്റെ ആ ഒരു ടൈമൊക്കെ. പിന്നെ നമ്മൾ മാവ് അരച്ചിട്ട് ഒഴിക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അത് കുറച്ച് വലുതായിരിക്കണം. അതല്ലെങ്കിൽ മാവൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ അതേ 3.5 മണിക്കൂറിന് ശേഷം മാവൊക്കെ നല്ലോണം തന്നെ പതഞ്ഞിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം മാവൊക്കെ നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വെള്ളയപ്പം രാത്രിക്കൊക്കെയാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നിങ്ങൾ രാവിലത്തേക്കാണ് ഈ ഒരു വെള്ളയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ മാവ് റെഡിയാക്കി വെച്ചിട്ട് പൊങ്ങാൻ വെച്ചതിന് ശേഷം പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. എന്നിട്ട് രാവിലെ ആകുമ്പോൾ അതെടുത്തിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷം പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് ഉടനെ തന്നെ നമ്മൾ അപ്പം ചുട്ടെടുക്കരുത്. കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളൊക്കെ വെച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഈ ഒരു അപ്പമൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു മാവ് ഒന്ന് തിക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടി പോകണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രം മതി. ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുകയാണ്. 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു മാവ് ഒന്നും കൂടെ പൊങ്ങി വന്നിട്ട് നമ്മളുടെ ഈ ഒരു വെള്ളയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് ഒരു 10 മിനിറ്റ് വെച്ചപ്പോഴേക്കും ഈ ഒരു മാവൊക്കെ ഒന്നും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. വെള്ളയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ടുള്ള വെള്ളയപ്പച്ചട്ടിയൊക്കെ അത് ചൂടായിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ തവി വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് എടുത്താലും മതി കേട്ടോ. ഇനി ഇതിൽ നിറയെ ഹോൾസൊക്കെ ഒന്ന് വന്നതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായ കാരണം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന വെള്ളയപ്പം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടുള്ള കാരണമാണ് കുറച്ച് ഹാർഡായിട്ടുള്ള പോലെ തോന്നുന്നത്. പക്ഷേ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വെള്ളയപ്പച്ചട്ടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് ദോശത്തവയിലൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്